നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ വീഡിയോ പ്രൊഡക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ താല്പര്യമില്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ മെയിൻലി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ പ്രൊഡക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. വീഡിയോ പ്രൊഡക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഈ ഒരു സംഭവം എല്ലാവർക്കും പ്രാവർത്തികമാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു വീഡിയോ ക്വാളിറ്റിയെ ബാധിക്കുന്നത്? മെയിൻലി 3 ഘടകങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ. ആ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയെ നല്ലതുപോലെ ബാധിക്കും. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ക്യാമറ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നല്ല ക്വാളിറ്റിയിലുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്പെക്കുള്ള PC തന്നെ വേണം. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതും നമുക്കങ്ങ് ഒഴിവാക്കി കളയാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ്. ഓൾമോസ്റ്റ് 0 കോസ്റ്റ്, 1 രൂപയും കൊടുക്കാതെ തന്നെ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ബ്ലാക്ക് മാജിക് ഡിസൈൻസ് എന്ന് പറയുന്ന കമ്പനി സിനിമ ക്യാമറാസും അതുപോലെ തന്നെ വീഡിയോ പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയാണ് ബ്ലാക്ക് മാജിക് ഡിസൈൻസ്. അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് DAVINCI RESOLVE 16. DAVINCI RESOLVE 16 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ DAVINCI RESOLVE 16 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പെയ്ഡ് ആപ്ലിക്കേഷൻസുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ നല്ല വിഷ്വൽ എഫക്റ്റോട് കൂടി വരുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് വരുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളാണ് അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, പിന്നക്കിൾ സ്റ്റുഡിയോ, സോണി വേഗസ് പ്രോ. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും ഒപ്റ്റിമൈസേഷനും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ബ്ലാക്ക് മാജിക് ഡിസൈൻസിന്റെ DAVINCI RESOLVE 16 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്തിനാണ് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. DAVINCI RESOLVE 16 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് മെയിൻലി 2 വേരിയന്റുകളാണുള്ളത്. ഒന്ന് ഫ്രീ വേരിയന്റും ഒന്ന് പെയ്ഡ് വേരിയന്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ വേരിയന്റിനെ കുറിച്ചാണ്. ഫ്രീ വേരിയൻറ്റ് വരുമ്പോഴത്തേനും അതിൻ്റെ പേര് DAVINCI RESOLVE 16, പെയ്ഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ പേര് DAVINCI RESOLVE 16 സ്റ്റുഡിയോ. അപ്പോൾ ഈ 2 വേരിയൻ്റാണ്. പെയ്ഡ് വേരിയൻറ്റും ഫ്രീ വേരിയൻറ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് എഫക്റ്റുകൾ കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ 2 വേരിയൻറ്റുകൾ തമ്മിലുള്ളൂ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് DAVINCI RESOLVE 16 എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം അതൊരുപാട് പേജ് ഉണ്ട്. അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കേണ്ട. ഏറ്റവും ടോപ്പിലത്തെ പേജിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ DAVINCI RESOLVE 16 വിൻഡോസ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ സേവ് ഫയൽ ഞെക്കണം. ഓക്കെ, അപ്പം ആ ഫയൽ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഈ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ സോഫ്റ്റ്വെയർ നേരത്തെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് വീണ്ടും എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, അന്നേരം നമുക്ക് DAVINCI RESOLVEൽ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ പുതിയ പ്രൊജക്റ്റ് നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഡാവിൻസി റിസോൾവ് 16ൻ്റെ ഒരു അവൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പം പ്രീമിയർ പോയിൻ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു UI ആണ് ഈ ഡാവിൻസി റിസോൾവ് 16ൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ ഒരു ഡാവിൻസി റിസോൾവ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫയൽസൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫയൽസും ഇപ്പോൾ ഇതിനകത്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ടൈം ലൈനിലോട്ട് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിടാൻ സാധിക്കും. നമ്മളിനി ഇത് ട്രിം സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോയുടെ ഡ്യൂറേഷൻ തന്നെ ആദ്യമേ സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ഡാവിൻസി റിസോൾവ് 16 നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇത് ട്രിം സെക്ഷൻ്റെ ടൈം ലൈനാണ്. ട്രിം സെക്ഷൻ്റെ ടൈം ലൈനിൽ നമുക്ക് ഓവറായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. ജസ്റ്റ് ട്രിമ്മിങ് അപ്പോൾ മാത്രമേ അതിന് ഈ ഒരു ട്രിം സെക്ഷനിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് ട്രിം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ Ctrl+B അടിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ രണ്ടായിട്ട് കട്ടായി. പിന്നെ അതിനെ ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഫയൽ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് സെക്ഷനിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ ഒരു ഓഡിയോയുടെ ലെയറും വീഡിയോയുടെ ലെയറും പ്രീമിയർ പ്രോയുടെ ഏകദേശം സെയിം ലുക്ക് തന്നെയാണ് ലെയേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു പ്ലസ് ആൻഡ് മൈനസ് ബട്ടണിൽ ഞെക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ടൈം ലൈനിൻ്റെ ആ ഒരു ലെന്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഞാൻ വേറൊരു വീഡിയോയും കൂടി ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഷോട്ട് ഇങ്ങനെ വരുന്നതായിട്ടാണ് ഈ ഒരു എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു സിനിമാറ്റിക് ഫീൽ കൊടുക്കാനായിട്ട് നമ്മൾ ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു ട്രാൻസിഷൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്ന ട്രാൻസിഷനാണ്. ഇത് പ്രീമിയർ പ്രോയിലും ഈ ഒരു സെയിം ട്രാൻസിഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം അതേ സെയിം നെയിമോട് കൂടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിലും ആ ട്രാൻസിഷൻ വരുന്നത്. ഇപ്പം നമുക്കൊരു ട്രയാങ്കിളിനകത്ത് നിന്ന് ഒരു വീഡിയോ ഇങ്ങനെ കയറി വരുന്നത് പോലത്തെ ഒരു എഫക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പഴയകാല വെഡ്ഡിങ് വീഡിയോസിലൊക്കെയാണ്. കളം പോലത്തെ എഫക്റ്റ്, പൂവിരിയണ എഫക്റ്റ്, കുട നിവർത്തണ എഫക്റ്റ്, അങ്ങനത്തെ ഉള്ള ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾ പഴയകാല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന എഫക്റ്റുകൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് വേറൊരു എഫക്റ്റ് ഇട്ട് നോക്കാം. അപ്പം ഞാനിപ്പോൾ വേറൊരു എഫക്റ്റ് ജസ്റ്റ് നോക്കി. ഈ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നത് പോലെ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റ് ഒക്കെ സാധാരണ ഒരു പ്രൊഫഷണൽ വീഡിയോയ്ക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു എഫക്റ്റുകളൊന്നും അല്ല. അപ്പോൾ പ്രൊഫഷണൽ ടൈപ്പ് ട്രാൻസിഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പെക്കുള്ള PC, നല്ല ഗ്രാഫിക്സ് കാർഡോട് കൂടി നല്ല PC ഒക്കെ ഉണ്ടെങ്കിൽ അത്രമാത്രം ഒരു ഡൈനാമിക് ഫീലുള്ള ഒരു എഫക്റ്റൊക്കെ നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റൊക്കെ സാധാരണ പവർ പോയിൻറ്റിലൊക്കെ നിങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് ബേസിക് എഫക്ട്സ് ആണ്. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊഫഷണലായി ചെയ്യുന്ന വീഡിയോസിന് ഇങ്ങനത്തെ എഫക്റ്റ് നമുക്ക് ഒരിക്കലും ഇടാനായിട്ട് സാധിക്കില്ല. അതുപോലെ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലിപ്സിനെ ഒറ്റ സിംഗിൾ ക്ലിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആ 2 ക്ലിപ്സും കൺട്രോൾ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ ലിങ്ക് ക്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും 2 ക്ലിപ്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ക്ലിപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷൻ പ്രീമിയർ പ്രോയിൽ നെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ടാണ് പ്രീമിയർ പ്രോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലിങ്ക് ക്ലിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ജസ്റ്റ് നെയിമിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക.
അതുപോലെ ഇതുപോലുള്ള ടെക് ആൻഡ് ഗെയിമിംഗ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞെക്കിയാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ ഞെക്കാൻ മറക്കരുത്. ഇതുപോലൊരു ടെക് വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.